ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. എഗ് പറാത്ത ആണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയും എടുക്കാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാവ് മുഴുവനായിട്ട് പാലിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാവുന്നതാണ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ട ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു കനത്തിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന പോലെ ഇത് പതുക്കെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അത് ചപ്പാത്തി പോലെ ആയി വരും. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 വലിയ മുട്ട ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ലോ ഹീറ്റിൽ ചൂടാക്കിയ പാനിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഒരുപാട് കുക്കായി പോകരുത്. വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ ചുട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പറാത്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം അതിനെ പ്രസ് ചെയ്ത് പിടിക്കണം. മുട്ട വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ എഗ് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി കൂടിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.